الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസി വിശ്വാസിനികളെ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും കാത്തു സൂക്ഷിച്ച് തഖ്വയുള്ളവരായി ജീവിച്ചു മരിക്കുവാൻ കഠിനമായി അവശേഷിക്കുന്ന ആയുസ്സിൽ പരിശ്രമിക്കണമെന്ന് എന്നെയും ശേഷം നിങ്ങളിൽ ഓരോരുത്തരെയും വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. പരിശുദ്ധ ഖുർആനിലൂടെ കടന്നു പോകുമ്പോൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പലയിടങ്ങളിലും നമുക്ക് കാണാൻ കഴിയുന്ന ഒന്നാണ് അല്ലാഹു അവരെ ശപിച്ചിരിക്കുന്നു, റസൂലിന്റെ ശാപം അവരുടെ മേലുണ്ട്, മലക്കുകൾ അവരെ ശപിച്ചിരിക്കുന്നു, ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും അവരെ ശപിച്ചിരിക്കുന്നു എന്നൊക്കെയുള്ള പ്രയോഗങ്ങൾ. എന്താണ് യഥാർത്ഥത്തിൽ അതുകൊണ്ടുള്ളത്? അല്ലെങ്കിൽ ആരൊക്കെയാണ് ആ നിലക്ക് അല്ലാഹുവിന്റെ ശാപകോപത്തിന് വിധേയമാക്കപ്പെട്ടിട്ടുള്ളത് എന്നതിനെ സംബന്ധിച്ച് ഗൗരവത്തിൽ സംസാരിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സഹോദരങ്ങളെ, ഓരോ വരികളെയും, അല്ലാഹുവിന്റെ വരികളെയും റസൂലിന്റെ വാചകങ്ങളെയും ശ്രദ്ധയോടുകൂടി കേൾക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹുവിന്റെ ശാപം അല്ലെങ്കിൽ ശാപം എന്ന് പറഞ്ഞാൽ എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? അബഅദഹു വ തറദഹു മിർ റഹ്മതിഹി. അല്ലാഹു ശപിച്ചു എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിന്നും പാപമോചനത്തിൽ നിന്നും അവൻ വിദൂരത്തേക്കാക്കപ്പെടും എന്നതാണ് മഅന. അപ്പൊ അല്ലാഹുവിന്റെ ശാപം ഉണ്ടായി കഴിഞ്ഞാൽ അവന് പിന്നെ മഗ്ഫിറത്ത് ഉണ്ടാവുകയില്ല, അല്ലാഹുവിന്റെ റഹ്മത്തും അവനുണ്ടാവുകയില്ല. ആ നിലക്ക് റഹ്മാനായ റബ്ബിന്റെ കാരുണ്യത്തിൽ നിന്നും പാപമോചനത്തിൽ നിന്നും എടുത്തെറിയപ്പെടലാണ്. മലക്കുകൾ ശപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാലോ, മുഴുവൻ ജനങ്ങളും ശപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാലോ, അത് അല്ലാഹുവിനോടുള്ള പ്രാർത്ഥനയാണ്. പടച്ചോനെ, അല്ലാഹുവേ, നിന്റെ കാരുണ്യം അവർക്ക് കിട്ടാതിരിക്കട്ടെ,
നിന്റെ മഗ്ഫിറത്ത് അവർക്ക് കിട്ടാതിരിക്കട്ടെ എന്ന പ്രാർത്ഥനയാണ്. അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അത്തരം ഒരു ശാപം കിട്ടുന്ന പ്രവർത്തനത്തിൽ നമ്മൾ ഉണ്ടാകാൻ പാടില്ല. അതാണ് ഈ ഖുതുബയിലൂടെ എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. കാരണം സൂറത്തു നിസാഇന്റെ 52-ാമത്തെ വചനത്തിൽ അല്ലാഹു പറഞ്ഞു, വമൻ യൽഅനില്ലാഹു ഫലൻ തജിദ ലഹു നസീറ. ആരെയാണോ അല്ലാഹു ശപിച്ചത് അവർക്ക് പിന്നെ ഒരു സഹായിയും കിട്ടുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ശക്തമായ ഭാഷയിൽ പറയുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഓരോ ശാപങ്ങളുടെയും ലഅനത്തിന്റെയും ഗ്രാഫിൽ വ്യത്യാസമുണ്ടാകും. അതിലേറ്റവും പ്രധാനമാണ് കുഫ്ർ, സത്യനിഷേധം എന്ന് പറയുന്നത്. അഥവാ ഒരു കാര്യം മറച്ചു വെക്കുക, ഒളിപ്പിച്ചു വെക്കുക. ഇതാണ് ഭാഷാപരമായി കുഫ്ർ എന്ന് പറഞ്ഞാൽ. അത് മതപരമായി ഇസ്ലാമികമായിട്ട് എന്താണ് കുഫ്ർ എന്ന് പറഞ്ഞാൽ? അല്ലാഹു അവതരിപ്പിച്ച സത്യങ്ങളെ നിഷേധിക്കുക, അതിനെ മറച്ചു വെക്കുക, അതിനെ തള്ളിക്കളയുക. ഇതാണ് കുഫ്ർ എന്ന് പറയുന്നത്. ജീവിതകാലം മുഴുവനും കുഫറിലായി മരിച്ചു പോകുന്ന എത്ര മനുഷ്യന്മാരുണ്ട്. മുസ്ലിമായി ജീവിക്കാനുള്ള അവസരമുണ്ടായി, അങ്ങനെ ആ പാതയിൽ സഞ്ചരിച്ചിട്ട് പിന്നെ തെറ്റിപ്പോവുക, പിന്നീട് കുഫറിലേക്ക് പോവുക. ഈ രണ്ടു കൂട്ടരും അള്ളാഹുവിന്റെ ലഅനത്ത് ഏറ്റുവാങ്ങി പരലോകത്ത് വലിയ നഷ്ടം സംഭവിച്ചവരായിരിക്കും. നമ്മുടെ വലതുഭാഗത്തും നമ്മുടെ ഇടതുഭാഗത്തും എത്രയെത്ര മനുഷ്യന്മാരാണ് അങ്ങാടികളിലും ജോലി സ്ഥലങ്ങളിലും പഠിക്കുന്ന സ്ഥാപനങ്ങളിലും ഒക്കെ കുഫറിലായി കഴിഞ്ഞുകൂടുന്നത്. എത്ര മനുഷ്യന്മാരാണ്. അതുകൊണ്ട് അവരെ കുറിച്ചുള്ള ഒരു ചിന്തയും വേദനയും ആവലാതിയും നമുക്കുണ്ടാകണം. എന്നിട്ട് അള്ളാഹു അവതരിപ്പിച്ച ഈ സത്യം അവർക്ക് എത്തിച്ചു കൊടുക്കാൻ കൂട്ടായ നിലക്ക് നമ്മൾ പരിശ്രമിക്കുകയും ചെയ്യണം. അതുകൊണ്ട് തന്നെ നോക്കൂ, കുഫർ എന്ന് പറയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഇന്നല്ലാഹ ലഅനൽ കാഫിരീന വഅഅദ്ദ ലഹും സഈറാ. സൂറത്ത് അഹ്സാബിന്റെ 64-ാമത്തെ വചനത്തിൽ അള്ളാഹു പറഞ്ഞതാണ്, ഇന്നല്ലാഹ ലഅനൽ കാഫിരീന. അല്ലാഹു സുബ്ഹാനഹു വ തആല കാഫിരീങ്ങൾക്ക് ശാപം നൽകിയിരിക്കുന്നു, അല്ലെങ്കിൽ അല്ലാഹു അവരെ ശപിച്ചിരിക്കുന്നു. അഥവാ അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിന്നും കാരുണ്യത്തിൽ നിന്നും അവർ ആട്ടിയകറ്റപ്പെട്ടിരിക്കുന്നു. വഅഅദ്ദ ലഹും സഈറാ. അവർക്ക് വേദനയേറിയ ശിക്ഷ ഒരുക്കി വെക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പൊ കാഫിരീങ്ങൾക്ക് അല്ലാഹുവിന്റെ ശാപമുണ്ട് എന്നും അവർക്ക് വേദനയേറിയ ശിക്ഷ അനുഭവിക്കാൻ അവർ കാത്തിരിക്കുകയാണ്, അത് ഒരുക്കി വെച്ചിരിക്കുകയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. വീണ്ടും നമുക്ക് കാണാം സൂറത്ത് ബഖറയിൽ, ഇന്നല്ലദീന കഫറു. ആരാണോ സത്യത്തെ നിഷേധിച്ചവരായി കഴിഞ്ഞുകൂടിയത്, വമാതു വഹും കുഫാർ. ആ കുഫറിലായി കൊണ്ട് തന്നെ മരിച്ചു പോയവരും ആരാണോ, ഉലൈക അലൈഹിം ലഅനത്തുല്ലാഹ്. അല്ലാഹുവിന്റെ ലഅനത്ത് അവരുടെ മേലുണ്ടായിരിക്കുന്നതാണ്. വൽ മലായിക. മുഴുവൻ മലക്കുകളുടെയും ലഅനത്ത് അവർക്കുണ്ടായിരിക്കുന്നതാണ്. വന്നാസി അജ്മഈൻ. മുഴുവൻ ജനങ്ങളുടെയും ലഅനത്ത് അവരുടെ മേലുണ്ടായിരിക്കുന്നതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കുഫറിലായി ജീവിച്ച് മരിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്നും മഗ്ഫിറത്തിൽ നിന്നും വിദൂരത്താണ് അവർ. കുഫറിലായി ആ നിലക്ക് മരിക്കുക എന്ന് പറഞ്ഞാൽ മലക്കുകളുടെയും മുഴുവൻ ജനങ്ങളുടെയും പ്രാർത്ഥനക്ക്, ശാപ പ്രാർത്ഥനകൾക്ക് വിധേയരായവരാണ് അവർ. അതുകൊണ്ട് തന്നെ ഗൗരവത്തിൽ കാണുക. കുഫറിലേക്കുള്ള മടക്കം എന്ന് പറഞ്ഞാൽ തീയിലേക്ക് ചാടുന്നതിനേക്കാൾ ഗൗരവമുള്ളതായി നാം കാണണം. ഒരു നിലക്കും കുഫറിന്റെ വർത്തമാനങ്ങളിലേക്കും കുഫറിന്റെ വിശ്വാസത്തിലേക്കും മടങ്ങേണ്ടി വരുന്ന ഒരു അവസ്ഥ നൽകല്ലേ റബ്ബേ. മരണം വരെ എന്നെ നീ ശരിയായ അഖീദയിൽ, ശരിയായ അഹ്ലുസുന്നയുടെ ആദർശത്തിൽ എന്നെ ഉറപ്പിച്ചു നിർത്തണേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. കുഫറിലായി കൂടുക എന്ന് പറഞ്ഞാൽ അത് വലിയ അപകടമാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. രണ്ടാമത്തെ കാര്യം ശിർക്കും നിഫാഖുമാണ്. മറ്റത് അള്ളാഹുവിനെ പാടെ നിഷേധിക്കലാണ്. ഇവിടെ അള്ളാഹുവിനെ സ്ഥാപിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും അള്ളാഹുവിന് പങ്കു ചേർക്കുന്ന ശിർക്കെന്ന പാപം ചെയ്യുക. അതുപോലെ തന്നെ നിഫാഖ്, ഉള്ളിലൊന്നും പുറത്തൊന്നുമായിട്ട് രണ്ട് നിലക്കുള്ള മുഖവുമായി കഴിച്ചുകൂട്ടുക. അവർക്കും അള്ളാഹുവിന്റെ ലഅനത്തുണ്ട് എന്ന് പറയുന്നു. നോക്കൂ, സൂറത്ത് ഫത്ഹിന്റെ 6-ാമത്തെ വചനം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യുഅദ്ദിബൽ മുനാഫിഖീന വൽ മുനാഫിഖാത്ത് വൽ മുശ്രികീന വൽ മുശ്രികാത്ത്. മുശ്രിക്കീങ്ങളും മുശ്രിക്കാത്തുകളും മുനാഫിക്കീങ്ങളും മുനാഫിഖാത്തുകളും അവർക്ക് വേണ്ടിയുള്ള ശിക്ഷയ്ക്ക് വേണ്ടിയാണത്. അള്ളാഹുവിനെ കുറിച്ച് തെറ്റായ ധാരണ വെച്ച് പുലർത്തിയിരുന്നവരായിരുന്നു അവർ. അപ്പൊ മുശ്രിക്കുകളും
മുനാഫിക്കുകളും അള്ളാഹുവിനെ സംബന്ധിച്ച് ശരിയായ വിശ്വാസമുള്ളവരല്ല. അവർക്ക് പല തെറ്റായ ധാരണകളും വിശ്വാസങ്ങളുമാണ് ഉണ്ടായിരുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. എല്ലാ നിലക്കും നോക്കൂ, സൂറത്ത് ആല ഇംറാനിൽ അല്ലാഹു പറയുന്നുണ്ട്, യദുന്നൂന ബില്ലാഹി ഗൈറൽ ഹഖ് വന്നൽ ജാഹിലിയ്യ. അവർ ജാഹിലിയത്തിന്റെ ചിന്താഗതികളാണ് അള്ളാഹിനെ സംബന്ധിച്ച് വെച്ചിട്ടുള്ളത്. ശരിയായ വിശ്വാസമല്ല ഇവർക്ക് അള്ളാഹുവിനെ സംബന്ധിച്ചുള്ളത്. ആർക്കാണ് അള്ളാഹുവിനെ സംബന്ധിച്ച് ശരിയായ വിശ്വാസമുള്ളത്? അത് ഇന്ന് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന് മാത്രമാണ്. ബാക്കി എല്ലാവർക്കും പല രൂപത്തിലുള്ള പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് പഠിപ്പിക്കുന്ന ശരിയായ ഇസ്ലാം പഠിപ്പിക്കുന്ന ആദർശം ഉൾക്കൊള്ളുന്നവർ മാത്രമാണ് ശരിയായ രൂപത്തിൽ അള്ളാഹുവിൽ വിശ്വസിച്ചവരും ആ നിലക്ക് റബ്ബിനെ മനസ്സിലാക്കിയവരും. അതുകൊണ്ട് തന്നെ ആ പറയപ്പെടുന്ന മുശ്രിക്കുകളും മുനാഫിഖുകളും ശരിയായ വിശ്വാസത്തിലല്ല അള്ളാഹുവിനെ സംബന്ധിച്ചുള്ളത് എന്ന് നമുക്ക് കാണാം. അങ്ങനെയുള്ള ആളുകൾ അലൈഹിം ദാഇറത്തുസ്സൗ, അവരുടെ മേൽ തിന്മയുടെ വലയമുണ്ട്. വഗദിബല്ലാഹു അലൈഹിം, അല്ലാഹു അവരുടെ മേൽ കോപിക്കുകയും വലഅനഹും, അവരെ ശപിക്കുകയും ചെയ്തിരിക്കുന്നു. വഅഅദ്ദ ലഹും ജഹന്നം, അവർക്ക് നരകമാണ് അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുന്നത്. വസാഅത് മസീറാ, അവർക്ക് മടങ്ങി ചെല്ലാനുള്ള സ്ഥലം എത്ര മോശമായ സ്ഥലമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അതുകൊണ്ട് തന്നെ കുഫ്റും ശിർക്കും നിഫാഖും എല്ലാം സഹോദരങ്ങളെ എല്ലാ സമയത്തും അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പടച്ചോനെ, യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്, അല്ലാഹുവേ എന്നെ നീ നിന്റെ ശരിയായ മതത്തിൽ ഉറപ്പിച്ചു നിർത്തണമെന്ന് എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എപ്പോഴും ഒന്ന് തെറ്റിയാൽ അത് കടുത്ത നിലപാടിലേക്ക് മാറിയാലും അതുപോലെ തന്നെ ഇലാസ്റ്റിക് നിലപാടിലേക്ക് മാറിയാലും പിന്നെ തെറ്റി എവിടെ എത്തുമെന്ന് പറയാൻ പറ്റില്ല. കൂട്ടായ നിലക്ക് ദഅവത്ത് ചെയ്യാൻ സംഘടന ഒന്നും പാടില്ല എന്ന് പറഞ്ഞ് ഭയങ്കര ഷർത്ത് പറഞ്ഞു ആ നിലക്ക് മാറി നിന്നു. അതല്ലെങ്കിൽ ഇങ്ങനെയൊന്നും ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല, അവിടെ അത്തരം കണിശത പാലിക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് തെറ്റി നിന്നു. എവിടേക്ക് തെറ്റി നിന്നാലും അവിടെ നിന്ന് പിന്നെ അങ്ങോട്ട് പോവുക, എവിടെയാണ് എത്തുക എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ട് ഓരോ സെക്കൻഡും അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയും ഈ ഹക്കിലേക്ക് ജനങ്ങളെ വിളിക്കാൻ ഒരുമിച്ച് കൂട്ടായി പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുക. അങ്ങനെ വന്നാൽ ഹക്കിൽ അള്ളാഹു നമ്മളെ ഉറപ്പിച്ചു നിർത്തുന്നതാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇനി മൂന്നാമതായി സ്വഹാബത്തിന് ചീത്ത പറയുക, സ്വഹാബാക്കളെ ചീത്ത പറയുക. ഒരു സ്വഹാബി റിപ്പോർട്ട് ചെയ്ത ഹദീസിനെ നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനെ മോശപ്പെടുത്തുന്ന ശബ്ദമാണ് അതിലുള്ളത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ സ്വീകരിക്കാൻ പറ്റാത്തവർ, മുആവിയ റളിയല്ലാഹു അൻഹു അലി റളിയല്ലാഹു അൻഹു തമ്മിലുള്ള വിഷയത്തിന്റെ പേരിൽ ഇരുകൂട്ടരെയും പഴിചാരുന്നവർ, അവരെ മോശപ്പെടുത്തുന്നവർ, അങ്ങനെ സ്വഹാബാക്കളുടെ വിഷയത്തിൽ ഏറ്റവും മോശമായ സമീപനം സ്വീകരിക്കുകയോ അവരെ ചീത്ത പറയുകയോ ചെയ്യുക എന്നത് അല്ലാഹുവിന്റെ ശാപത്തിന് വിധേയമാകുന്ന പണിയാണ്. ആരാണ് സ്വഹാബി? മഹാനായ ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് പറയുന്നു, അന്ന സ്വഹാബി, സ്വഹാബി എന്ന് പറഞ്ഞാൽ ആരാണ്? സ്വഹാബി എന്ന് പറഞ്ഞാൽ മൻ ലഖിയ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്മിനൻ ബിഹി വമാത അലൽ ഇസ്ലാം, വിശ്വാസത്തോടു കൂടി നബിയെ കണ്ട് ആ ഇസ്ലാമിൽ തന്നെ മരിക്കുകയും ചെയ്ത വ്യക്തിത്വമായിരിക്കും ആര്? സ്വഹാബി എന്ന് പറയുന്നത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ പ്രവാചകനെ കണ്ടിട്ടില്ല, പക്ഷെ ഇസ്ലാം സ്വീകരിച്ചിരുന്നു. അങ്ങനെയുള്ളവരോ അവരെ താബിഈ എന്ന വകുപ്പിലാണ് ഉൾപ്പെടുത്തുക. റസൂൽ അപ്പോഴത്തെ ജീവിച്ചിരിപ്പുണ്ട്, പക്ഷെ കാണാൻ അവസരം കിട്ടിയിട്ടില്ല, ആ നിലക്കുള്ളവർ. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള സ്വഹാബാക്കളെ ചീത്ത പറയുക എന്ന് പറഞ്ഞാൽ ഗൗരവമുള്ള വിഷയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ സബ്ബ സ്വഹാബി, ആരെങ്കിലും എന്റെ സ്വഹാബത്തിനെ ചീത്ത പറഞ്ഞാൽ ഫഅലൈഹി ലഅനത്തുല്ലാഹ്, അവന്റെ മേൽ അല്ലാഹുവിന്റെ ശാപമുണ്ടാകും. വൽ മലായികതി, മലക്കുകളുടെ ശാപമുണ്ടാകും. വന്നാസി അജ്മഈൻ, മുഴുവൻ ജനങ്ങളുടെയും ശാപമുണ്ടാകും. ആരാണ് ഈ മുഴുവൻ ജനങ്ങൾ? അത് രണ്ടു നിലക്ക് വ്യാഖ്യാനമുണ്ട്. ഒന്ന്, അത് മുസ്ലിമീങ്ങളാണ്, മറ്റുള്ള കാഫിറുകൾ അതിൽ ഉൾപ്പെടുന്നില്ല എന്നത് ദുനിയാവിൽ. അതേ സന്ദർഭത്തിൽ രണ്ടാമത്തെ അഭിപ്രായം, അത് പരലോകത്ത് ഖിയാമത്ത് നാൾ നരകത്തിൽ വെച്ചുകൊണ്ട് പരസ്പരം എല്ലാവരും ഇവരുടെ മുൻകാലക്കാരെ പഴിചാരും, അവരെ ശപിക്കുമെന്ന് ഖുർആനിൽ പറയുന്നത് നമുക്ക് കാണാം. സൂറത്ത് അഅറാഫിന്റെ 38 അല്ലാഹു പറയുന്നു, ഖാലു ദഖുലൂ ഫീ ഉമമിൻ ഖദ് ഖലത് മിൻ ഖബ്ലികും മിനൽ ജിന്നി വൽ ഇൻസി ഫിന്നാർ. അല്ലാഹു പറയുകയാണ്,
ജിന്നുകളിലും മനുഷ്യരിൽ നിന്നുമായി നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ള സമൂഹങ്ങളിൽ അവരുടെ കൂട്ടത്തിൽ ഉള്ളവരെല്ലാം നരകത്തിൽ പ്രവേശിച്ചു കൊള്ളുക. അതിന്റെ അഹ്ലുകാർ അങ്ങനെ എല്ലാവരും നരകത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ കുല്ലമാ ദഖലത് ഉമ്മത്തുൻ ലഅനത് ഉഖ്തഹാ, അതിലെ ഓരോ സമൂഹവും അതിൽ പ്രവേശിക്കുമ്പോഴൊക്കെ അതിന്റെ സഹോദര സമൂഹത്തെ അവർ ശപിച്ചുകൊണ്ടിരിക്കും. അപ്പൊ നരകത്തിൽ ആ നിലക്ക് പരസ്പരം ശാപവാക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കും. എന്നിട്ട് അള്ളാഹുവിനോട് പറയും, ഇവരാണ് ഞങ്ങളെ പിഴപ്പിച്ചത്, ഞങ്ങളുടെ കാക്കകാരണവന്മാർ ചെയ്തു വന്നത്, ഞങ്ങളുടെ പിതാക്കന്മാർ ചെയ്തു വന്നത്, ഞങ്ങളുടെ മുൻതലമുറക്കാർ ചെയ്തു വന്നത്, അതുകൊണ്ട് ഞങ്ങളും ഇത് തുടരുന്നു എന്നാണല്ലോ വാദം. ഈ വാദം പറയുന്നവർ ദ്വലാലത്തിലാണ് എങ്കിൽ നാളെ പരലോകത്ത് നരകത്തിൽ അവർ പരസ്പരം ശപിക്കുന്നവരാകും. ആ നിലക്ക് മുഴുവൻ മനുഷ്യരുടെയും ശാപം ഈ പറയപ്പെടുന്ന ആദർശം സ്വീകരിച്ചവർക്കുണ്ടാകുമെന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അതുകൊണ്ട് തന്നെ സ്വഹാബാക്കളെ സംബന്ധിച്ച് ഇത് വേറെ ഒന്നിതൊന്നും മനസ്സിലായില്ലെങ്കിലും ഇത്രയും പഠിക്കുക. സ്വഹാബിയാണോ നല്ലതല്ലാത്തതൊന്നും നമ്മൾ പറയാൻ പാടില്ല. അതാണ് അതിലെ അഹ്ലു സുന്ന പഠിപ്പിക്കുന്ന ആദർശം. എല്ലാ സ്വഹാബാക്കളുടെ വിഷയത്തിലും ഈ നിലക്ക് വിമർശനങ്ങൾ ഉന്നയിക്കുന്ന, ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ധാരാളക്കണക്കിന് ആളുകൾ മുസ്ലിം സൊസൈറ്റിക്കുള്ളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. പക്ഷെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അത് പാടില്ല എന്നതാണ്. അതുപോലെ തന്നെ അള്ളാഹുവിനെയും റസൂലിനെയും ദ്രോഹിക്കുക, അള്ളാഹുവിനെയും റസൂലിനെയും ദ്രോഹിക്കുക, അത് അള്ളാഹുവിന്റെ ശാപത്തിന് കാരണമാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്നല്ലദീന യുഗ്ദൂന അല്ലാഹ വറസൂലഹു ലഅനഹുമുല്ലാഹു ഫിദ്ദുനിയ വൽ ആഖിറ. അല്ലാഹു സുബ്ഹാനഹു വ തആലയെയും അവന്റെ റസൂലിനെയും ദ്രോഹിക്കുന്നവരാരോ അവരെ ഇഹത്തിലും പരത്തിലും അല്ലാഹു ശിക്ഷിക്കുന്നതാണ്, ശപിച്ചിരിക്കുന്നു. ദുനിയാവിലും അവർക്ക് ശാപമുണ്ട്, നാളെ പരലോകത്തിലും അവർക്ക് ശാപമുണ്ട്. അവർക്ക് വേണ്ടി അപമാനകരമായ ശിക്ഷയാണ് ഒരുക്കി വെച്ചിരിക്കുന്നത്. അള്ളാഹുവിനെ ദ്രോഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താണത്? കുഫ്ർ പ്രവർത്തിക്കുക, അള്ളാഹുവിനെ ദ്രോഹിക്കലാണ്. ശിർക്ക് പ്രവർത്തിക്കുക അള്ളാഹുവിനെ ദ്രോഹിക്കലാണ്. അള്ളാഹുവിന് ഒരു കുട്ടിയുണ്ടെന്ന് പറയുക, അള്ളാഹുവിന് ഇണയുണ്ടെന്ന് പറയുക, അള്ളാഹുവിന് യോജിക്കാത്ത സിഫത്തുകൾ അവന് പറഞ്ഞു കൊടുക്കുക, അള്ളാഹുവിന് ഒരു നിലക്കും യോജിക്കാത്ത വിശേഷണങ്ങൾ അള്ളാഹുവിൽ വെക്കുക, അതെല്ലാം അള്ളാഹുവിനെ ദ്രോഹിക്കുന്ന വകുപ്പിൽപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് അള്ളാഹുവിന്റെ ശാപമുണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ദ്രോഹിക്കുക എന്ന് പറഞ്ഞാൽ അത് വാക്കുകൊണ്ടുണ്ടാകും, പ്രവൃത്തി കൊണ്ടുണ്ടാകും, അത് അടിച്ചിട്ടുണ്ടാകും, അതുപോലെ തന്നെ പഴി പറയുന്നതിലുണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് യോജിക്കാത്ത സിഫത്തുകൾ വെച്ചു കൊടുക്കുന്നതിൽ, വിശേഷണങ്ങൾ വെച്ചു കൊടുക്കുന്നതിലും ആ പറഞ്ഞ ദ്രോഹമുണ്ട്. അതുകൊണ്ട് തന്നെ അക്കൂട്ടരൊക്കെയും അള്ളാഹുവിന്റെ ശാപത്തിന് വിധേയരായവരാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അള്ളാഹു പറഞ്ഞു, ഖാലല്ലാഹു കദബനി ഇബ്നു ആദം, ആദം സന്തതി എന്നെ വ്യാജമാക്കിയിരിക്കുന്നു. വലം യകുൽ ലഹു ദാലിക, അവനങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. വശതമനി വലം യകുൽ ലഹു ദാലിക, അവൻ എന്നെ പഴി പറഞ്ഞിരിക്കുന്നു, ഒരിക്കലും അവൻ അതങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. അമ്മാ തക്ദീബുഹു, അപ്പൊ അല്ലാഹുവിനെ വ്യാജമാക്കി എന്ന് പറഞ്ഞാൽ എന്താണ് മഅന? ഇയ്യായ ഫസഅമ അന്നി ലാ അഖ്ദിറു അൻ ഉഈദഹു കമാ കാന, ആദ്യം ഇവനെ പടച്ചതുപോലെ വീണ്ടും അവനെ പടയ്ക്കാൻ അല്ലാഹുവിന് കഴിയില്ല എന്ന് പറഞ്ഞാൽ അല്ലാഹുവിനോടുള്ള പടച്ചോനെ വ്യാജമാക്കലാണ്. അങ്ങനെ അവൻ ചെയ്യാൻ പാടില്ലായിരുന്നു. അല്ലാഹു പറയാണ്, വഅമ്മാ ശത്മുഹു ഇയ്യായ, എന്നെ അവൻ പഴിചാരിയിരിക്കുന്നു, പഴി പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഫഖൗലുഹു ലീ വലദുൻ, എനിക്കൊരു കുട്ടിയുണ്ട് എന്നവൻ പറയുക. സുബ്ഹാനല്ലാഹി അമ്മാ യുശ്രികൂൻ, അല്ലാഹു എത്ര പരിശുദ്ധനാണ്. അല്ലാഹുവിന് കുട്ടികളില്ല, അല്ലാഹുവിന് ഇണകളില്ല, അവൻ അങ്ങനെയുള്ള യാതൊരു നിലക്കുമുള്ള ഒരു ബന്ധങ്ങളും അല്ലാഹുവിനില്ല. അവൻ എല്ലാത്തിൽ നിന്നും പരിശുദ്ധനാണ്, പരിശുദ്ധനാണ്, അവൻ പരിശുദ്ധനാണ്. അള്ളാഹുവിന് അങ്ങനെ ഉണ്ട് എന്ന് പറയുക അത് വളരെ മോശമാണ്, അള്ളാഹുവിന്റെ ശാപത്തിന് വിധേയമാകുന്ന കാര്യമാണ്. നോക്കൂ, നമ്മൾ പറയാറുണ്ട് എന്തൊരു ചൂടാണ്, നാശം പിടിച്ച ഒരു കാലാവസ്ഥ എന്ന് നമ്മൾ പറയാറുണ്ട്. അങ്ങനെ പറയരുത് എന്ന് അള്ളാഹു പറയുന്നു. യസുബ്ബു ബനു ആദം, മനുഷ്യന്മാർ അള്ളാഹുവിനെ ചീത്ത പറയുന്നു. ഏത് നിലക്ക്? ഈ രൂപത്തിൽ കാലത്തിന്റെ പേരിൽ, പ്രകൃതിയിലുണ്ടാകുന്ന മാറ്റങ്ങളുടെ പേരിൽ അവർ ആ പ്രകൃതിയിലുണ്ടാകുന്ന മാറ്റങ്ങളെ പഴി പറയുമ്പോൾ, ചീത്ത പറയുമ്പോൾ അത് അള്ളാഹുവിനെ മോശമാക്കലാണ്, അള്ളാഹുവിനെ പഴി പറയലാണെന്ന് അള്ളാഹു പഠിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരികയാണ്.
നമ്മൾ എപ്പോഴും കേൾക്കാറുള്ളതാണല്ലോ പ്രകൃതിയുടെ ചതി. തഴുകി തലോടി സ്നേഹിച്ചു കൂടെ നിർത്തിയ പ്രകൃതി തന്നെ അവരെ ചതിച്ചു. ഇതൊക്കെ ഇങ്ങനെ പറയാൻ നല്ല വാചകങ്ങളാണ്, പക്ഷെ ഒരു മുസ്ലിമിന് അങ്ങനെ പറയാൻ പാടില്ല. അള്ളാഹുവിന്റെ ഖദറാണ്. അള്ളാഹു ചെയ്യുന്ന ഓരോന്നിലും അതിന്റെ ഹിക്മത്ത് എന്ന് നമുക്കറിയില്ല, അത് അള്ളാഹുവിനെ അറിയാവൂ. അതൊക്കെ അള്ളാഹുവിന്റെ രഹസ്യങ്ങളിൽ പെട്ടതാണ്. അതുകൊണ്ട് തന്നെ അറിയാത്ത നമ്മൾ ആവശ്യമില്ലാത്ത വർത്തമാനം പാടില്ല എന്ന് പഠിപ്പിക്കുന്നു. അതുപോലെ നോക്കൂ, അള്ളാഹുവിന്റെ ശാപം കിട്ടിയ മറ്റൊരു കൂട്ടരാണ്. ആരാണത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണത്തിന്റെ വേളയിൽ അങ്ങനെ രോഗം ബാധിച്ച് കടുത്ത അവസ്ഥയിൽ ഇങ്ങനെ കിടക്കുമ്പോ ആയിഷ റളിയല്ലാഹു അൻഹ പ്രവാചകന്റെ മുഖത്തേക്ക് ഇങ്ങനെ തുണിയിട്ട് കൊടുക്കുന്നു. ബോധം പോകുമ്പോ ആ തുണി എടുത്തു മാറ്റുന്നു. പിന്നെയും പ്രവാചകന് ബോധം തിരിച്ചു വരുന്നു. അങ്ങനെ രോഗം മൂർച്ഛിച്ച സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസാറാ, ജൂത ക്രിസ്ത്യാനികളെ അല്ലാഹു ശപിച്ചിരിക്കുന്നു ആയിഷ. എന്താണ് കാരണം? ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദാ, അവരുടെ അമ്പിയാക്കന്മാരുടെ ഖബറിടങ്ങൾ അവർ മസ്ജിദുകളായി സ്വീകരിച്ചു എന്നതുകൊണ്ട്. അപ്പൊ അള്ളാഹുവിന്റെ ശാപത്തിന് കാരണമാണ് ജാറം കെട്ടി ഉയർത്തുക, അത്തരത്തിലുള്ള ഖബർ പോലെയുള്ള സംവിധാനങ്ങൾ കെട്ടി ഉയർത്തുക. ഇതെല്ലാം അള്ളാഹുവിന്റെ ശാപം കിട്ടുന്നതിന് കാരണമാകുന്ന പ്രവൃത്തിയാണ്. എത്രയാണ് കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം ഖബറുകൾ കെട്ടിയുയർത്തി ഇന്ത്യയിലുടനീളം സഞ്ചരിക്കുമ്പോ എത്ര 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 ഖബറുകൾ. അള്ളാഹുവിന്റെ ശാപം ഏറ്റുവാങ്ങിയ എത്രയോ മനുഷ്യന്മാർ നമുക്ക് ചുറ്റിലും ജീവിക്കുമ്പോ അവർക്ക് ദഅവത്ത് എത്തിച്ചു കൊടുക്കാതെ നമുക്കിങ്ങനെ വീട്ടിലിരിക്കാൻ കഴിയും? ദഅവത്തൊന്നും ചെയ്യാൻ പാടില്ല, അത് കുറെ പ്രശ്നമാണ്, അത് സംഘടന പാടില്ല, അത് കുറെ പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞ് അതിൽ മാത്രം ശ്രദ്ധ തിരിച്ചു വെച്ചുകൊണ്ട് ഫിത്നയുണ്ടാക്കുമ്പോ നമുക്ക് ചുറ്റിലും ശിർക്കിലേക്കും കുഫ്റിലേയുമായി കൊണ്ട് നരകത്തിലേക്ക് യാത്ര തിരിക്കുന്നവരെ കണ്ടില്ല എന്ന് നടിക്കുക എത്ര ഗുരുതരമായ അപകടമാണ് സഹോദരങ്ങളെ, ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അതുപോലെ തന്നെ മദീന ഹറമിൽ വെച്ച് ബിദ്അത്ത് ചെയ്യുക, അവർക്ക് അല്ലാഹുവിന്റെ ശാപമുണ്ട് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മദീനത്തു ഹറമുൻ, പരിശുദ്ധ മദീന അത് പവിത്രമായ സ്ഥലമാണ്. ഫമൻ അഹദസ ഫീഹാ ഹദസൻ ഔ ആവാ മുഹ്ദിസൻ ഫഅലൈഹി ലഅനത്തുല്ലാഹ് വൽ മലായിക വന്നാസ് അജ്മഈൻ. പരിശുദ്ധ മദീനയിൽ വെച്ച് ബിദ്അത്ത് ചെയ്താൽ, പരിശുദ്ധ മദീനയിൽ വെച്ച് ദുൽമ് ചെയ്താൽ, ആ നിലക്കുള്ള ബിദ്അത്തുകൾ ചെയ്താൽ, ശൈഖ് ഉസൈമീൻ റഹ്മത്തുള്ളാഹി പറഞ്ഞു, ഒന്ന് ബിദ്അത്താണ്, രണ്ട് മുസ്ലിമീങ്ങൾക്കിടയിൽ ഫിത്ന ഉണ്ടാക്കലാണ്. ഈ പ്രവർത്തനങ്ങൾ അവിടെ വെച്ച് ചെയ്താൽ അള്ളാഹുവിന്റെ ശാപം അവർക്കുണ്ട്, മലക്കുകളുടെ ശാപം അവർക്കുണ്ട്, മുഴുവൻ ജനങ്ങളുടെയും ശാപം അവർക്കുണ്ട്. എത്ര ആളുകളാണ് ഇവിടെ നിന്ന് കഷ്ടപ്പെട്ട് യാത്ര ചെയ്ത് അവിടെ എത്തി ബിദ്അത്ത് ചെയ്യുന്നത്. പ്രവാചകന്റെ ഖബറിന് അരികിലൂടെ ഇങ്ങനെ നടക്കുമ്പോ നമുക്ക് കേൾക്കാം, ഖുദ് ബിയദി യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ ഞങ്ങളുടെ കൈയൊന്ന് പിടിക്കണേ, അല്ലാഹുവിന്റെ റസൂലേ അങ്ങയോട് ഞങ്ങൾ ഇതാ ചോദിക്കുകയാണ്, എത്രയോ ദൂരത്ത് നിന്നും ഞങ്ങൾ ഇതാ യാത്ര ചെയ്തു വന്നിരിക്കുന്നു. എന്തിന്? അള്ളാന്റെ ശാപം ഏറ്റുവാങ്ങാൻ. എന്നിട്ട് അവിടെ നിന്ന് എത്രയോ ബിദ്അത്തുകൾ മനുഷ്യന്മാർ ചെയ്യുന്നു. ആ ഹറമിന്റെ ഉള്ളിൽ കയറിയാൽ നമുക്കത് കാണാൻ കഴിയും. ഹറമിലേക്ക് പോകാത്ത കാലത്ത് എന്റെ ധാരണ അതിപ്പോഴും പവിത്രമായ മണ്ണാണല്ലോ, സ്ഥലമാണല്ലോ, അതുകൊണ്ട് ഒരു ബിദ്അത്തും ഒരു ഖുറാഫാത്തും ഉണ്ടാകില്ല എന്നാണ് കരുതിയത്. അവിടെ പോയപ്പോഴാണ് ഏറ്റവും കൂടുതൽ ബിദ്അത്ത് കണ്ടത്, ഏറ്റവും കൂടുതൽ ശിർക്കിന്റെ വർത്തമാനങ്ങൾ. എന്നിട്ട് ഗവൺമെന്റ് പൈസ കൊടുത്ത ആളെ നിർത്തുക, വലിയ ശൈഖന്മാരെ നിർത്തുക, ഹാദാ ഹറാം, ഹാദാ ഹറാം, ഹാദാ ശിർക്ക്, ഇത് മാത്രം പറയാം, വേറെ ഒന്നുമില്ല. വിശാലമായ ചർച്ച ഒന്നും റസൂലുള്ളാഹിന്റെ ഖബറിനരികിൽ നടത്താൻ പറ്റൂലല്ലോ, വേഗം കാണാൻ പോവാന്നാണല്ലോ. അപ്പൊ ഷെയ്ഖിന്റെ പണി എന്താണ്? ഹാദാ ഹറാം, ഹാദാ ശിർക്ക്, ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കാം, ഇങ്ങനെ പറഞ്ഞു കൊടുക്കാം. എത്ര മനുഷ്യന്മാരാണ്. അപ്പോ ഇതെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു വഹി നൽകി മുന്നേ കൂട്ടി പറയുകയാണ്. ആരെങ്കിലും ഈ മണ്ണിൽ വെച്ച് ബിദ്അത്ത് ചെയ്താൽ നോക്കൂ, ലാ യഖ്ബലുല്ലാഹു മിൻഹു യൗമൽ ഖിയാമത്തി സർഫൻ വലാ അദ്ല, അവന്റെ സുന്നത്തുകളും ഫർളുകളും അല്ലാഹു സ്വീകരിക്കൂല എന്ന്. എത്ര ഗൗരവമുണ്ട് ആ വിഷയം. അതുകൊണ്ട് പ്രാർത്ഥിക്കുക, പടച്ചോനെ അല്ലാഹുവേ ആ മണ്ണിലെത്തി ഒരു ദുൽമും ചെയ്യാതെ നീ ഇഷ്ടപ്പെട്ട നിലക്ക് അവിടെ നിന്ന് മടങ്ങി വരാൻ ആ നിലക്ക് അല്ലാഹുവിനോട് നിരന്തരം പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ ശാപം ഏറ്റുവാങ്ങിയ പിന്നീടുള്ള കുറെ കാറ്റഗറികളുണ്ട്. അതിൽ പച്ചകുത്തുന്ന സ്ത്രീകൾ, പുരികം ത്രെഡ് ചെയ്യുന്ന സ്ത്രീകൾ, അവരെയെല്ലാം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലഅനല്ലാഹുൽ വാശിമാതി വൽ മുസ്തൗശിമാത്, പച്ചകുത്തുന്ന സ്ത്രീകളെയും അതിനാവശ്യപ്പെടുന്ന സ്ത്രീകളെയും അല്ലാഹു ശപിച്ചിരിക്കുന്നു. അപ്പൊ പുരുഷന്മാരെ ശപിച്ചില്ലേ? പുരുഷന്മാരുമുണ്ട്, അധികവും സ്ത്രീകളാണ്.
അതുപോലെ തന്നെ വന്നാമിസാതി വൽ മുതനമ്മിസാത്, മുഖത്ത് നിന്നും കണ്ടടത്തിൽ നിന്നും രോമം പറിക്കുന്നവരെയും അത് പറിക്കാൻ ആവശ്യപ്പെടുന്നവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ശപിച്ചിരിക്കുന്നു. പുരികം ത്രെഡ് ചെയ്യുക, അത് പുതിയൊരു ട്രെൻഡാണ്, അത് സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നതിന് ആവശ്യമായ ഒരു സംഗതിയാണ്. അപ്പൊ ആ പുരികത്തിൽ അങ്ങനെ വൃത്തിയാക്കി അതിനെ മോഡലാക്കുക, അത് അള്ളാഹുവിന്റെ ശാപത്തിന് കാരണമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അതേ സന്ദർഭത്തിൽ പുരികത്തിന് ഇടയിലുള്ള സ്ഥലം, അവിടെ അനാവശ്യമായ മുടി വന്നു, മീശയിലും താടിയിലും പെണ്ണുങ്ങൾക്ക് മുടി വന്നു, അത് അവരുടെ ഫിത്രത്തിലുള്ളതല്ല, ഹോർമോനുകളുടെ വ്യത്യാസം കൊണ്ട് വരുന്നതായിരിക്കും, അതൊഴിവാക്കാം. പക്ഷെ പുരികം എന്നിടത്ത് അത് പാടില്ല. ഇനി പുരികം സാധാരണഗതിയിൽ വളരുന്നതിന് അധികമായി കണ്ണിലേക്ക് വരുന്ന ഒരു സാഹചര്യം വന്നാലോ അത് വെട്ടാം. നോർമലിയുള്ള ഒരു സാഹചര്യത്തിൽ അതൊന്നും ചെയ്യാൻ പാടില്ല, അവരെ ശപിച്ചിരിക്കുന്നു എന്ന് പറയുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ തന്നെ വൽ മുതഫല്ലിജാത്ത്, പല്ലുകളെ രാഗി ചെറുതാക്കി സൗന്ദര്യമുള്ളതാക്കുക, അത്തരം ആളുകളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ശപിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ കൃത്രിമ മുടി വെച്ച് പിടിപ്പിക്കുക, അവരെയും അല്ലാഹു ശപിച്ചിരിക്കുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, അന്ന ഇംറഅതൻ മിനൽ അൻസാരി, അൻസാറുകളിൽപ്പെട്ട ഒരു ഉമ്മ, ഒരു സ്ത്രീ, സവ്വജത് ഇബ്നതഹ, അവരുടെ മകളെ വിവാഹം കഴിപ്പിച്ചു കൊടുത്തു. ഫതബഅത ശഅറു റഅസിഹാ, അവർക്ക് ഒരു രോഗം ബാധിച്ചിട്ട് തലമുടിയെല്ലാം കൊഴിഞ്ഞു പോയി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഈ വിവരം വന്ന് പറയുകയാണ്. എന്നിട്ട് ആ സ്ത്രീ പറയുന്നു, ഇന്ന സൗജഹ, എന്റെ മോളുടെ ഭർത്താവ് പറയുകയാണ്, അമറനി അൻ അസ്ല ഫീ ശഅരിഹാ, എക്സ്ട്രാ വേറെ മുടി വെച്ച് പിടിപ്പിക്കുക, കൃത്രിമ മുടി വെച്ച് പിടിപ്പിക്കാൻ എന്റെ മകളോട് അവരുടെ ഭർത്താവ് പറയുകയാണ്, റസൂലേ എന്താണ് ചെയ്യേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ ഇന്നഹു ഖദ് ലുഇനൽ മുസ്ലിലാത്ത്, പാടില്ല, ഇപ്രകാരം ചെയ്യുന്ന സ്ത്രീകളെ അവർ ശപിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അതുകൊണ്ട് തന്നെ കൃത്രിമ മുടി വെച്ച് പിടിപ്പിക്കുക അത് അള്ളാഹുവിന്റെ ശാപത്തിന് കാരണമാകുന്ന പ്രവൃത്തിയാണ്. അതുപോലെ നോക്കൂ, പുരുഷന്മാരോട് സാദൃശ്യമാകുന്ന സ്ത്രീകളെയും സ്ത്രീകളോട് സാദൃശ്യമാകുന്ന പുരുഷന്മാരെയും അള്ളാഹു ശപിച്ചിരിക്കുന്നു, മലക്കുകൾ ശപിച്ചിരിക്കുന്നു, മുഴുവൻ ജനങ്ങളും ശപിച്ചിരിക്കുന്നു എന്ന് നമുക്ക് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ലഅന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖദ്ദിസീന മിനർ റിജാലി വൽ മുതറജ്ജിലാതി മിനൻ നിസാ, സ്ത്രീയോട് സാദൃശ്യമാകുന്ന പുരുഷനെയും പുരുഷനോട് സാദൃശ്യമാകുന്ന സ്ത്രീകളെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചിരിക്കുന്നു. അത് പാടില്ല, അത്തരത്തിലുള്ള അവസ്ഥകൾ പാടില്ല. അത് വസ്ത്രത്തിലാകട്ടെ പാടില്ല, സ്വഭാവത്തിലാകട്ടെ പാടില്ല, മറ്റു പ്രവർത്തനങ്ങളിലാകട്ടെ പാടില്ല. ആ ഒരു നിലക്കുമുള്ള ഒരു സമീപനം ഉണ്ടാകാൻ ഒരു മുസ്ലിമിന് പാടില്ല എന്ന് ഇസ്ലാം പഠിപ്പിക്കുകയാണ്. അതിലൂടെ ഉണ്ടാകുന്ന ഫിത്നകൾ വലുതാണ്. അതുകൊണ്ട് തന്നെ ആ ഫിത്നയുടെ വാതിലുകൾ അടച്ചു. മക്കൾക്ക് വസ്ത്രം വാങ്ങിക്കൊടുക്കുമ്പോൾ അത് പുരുഷന്റെ വസ്ത്രത്തോട് സാദൃശ്യമുള്ളതാണോ എന്ന് നമ്മൾ പരിശോധിക്കണം. മാന്യമായ വസ്ത്രം അവർക്ക് വാങ്ങിക്കൊടുക്കണം. കാരണം നഗ്നത പൂർണ്ണമായും മറക്കാത്ത സ്ത്രീകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശപിച്ചിരിക്കുന്നു, റസൂൽ ശപിച്ചിരിക്കുന്നു, നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഈ ഹദീസ്, ഇനി പറയുന്ന ഹദീസ്, അത് ഒരു നബുവത്തിന്റെ തെളിവ് കൂടിയാണ്. സയകൂനു ഫീ ആഖിരി ഉമ്മത്തി റിജാലുൻ, ഈ എന്റെ ഉമ്മത്തിന്റെ അവസാന കാലഘട്ടത്തിൽ ചില പുരുഷന്മാരുണ്ടാകും. യർകബൂന അലാ സുറൂജിൻ കഅശ്ബാഹിർ റിഹാലി, അവരെന്ത് ചെയ്യും? അവർ അതാ മൃദുലവും ലോലവുമായ ജീനുകളിലായി, വാഹനങ്ങളുടെ സീറ്റുകളിലായി അവർ സഞ്ചരിക്കുകയും യൻസിലൂന അലാ അബ്വാബിൽ മസാജിദ്, പള്ളിയുടെ വാതിൽക്കലേക്ക് വന്നിറങ്ങുകയും ചെയ്യും. അവരുടെ പെണ്ണുങ്ങളെ ഇറക്കി വിടും. നിസാഉഹും കാസിയാത്തുൻ ആരിയാത്ത്, അവരുടെ സ്ത്രീകൾ വസ്ത്രം ധരിച്ചിട്ടുണ്ടോ? ആ ഉണ്ട്. വസ്ത്രം ധരിച്ചില്ലേ? ആ ഇല്ല. ഈ രൂപത്തിലുള്ള വസ്ത്രധാരണമായിരിക്കും. അപ്പോ ആധുനിക കാലഘട്ടത്തിലെ പുതിയ സൗകര്യങ്ങളും സംവിധാനവും ഉള്ള വാഹനങ്ങളെ സംബന്ധിച്ചുള്ള ഒരു മുന്നറിയിപ്പ് അല്ലെങ്കിൽ ആ നിലക്കുള്ള ഒരു പ്രവചനം ഇതിലുണ്ട്. അങ്ങനെയുള്ള വ്യത്യസ്ത ചർച്ചകൾ നമുക്ക് കാണുവാൻ സാധിക്കും. അവിടെ അതാ പള്ളി കവാടങ്ങളിലേക്ക് വന്നിറങ്ങുന്ന സ്ത്രീകൾ കൃത്യമായി ഇസ്ലാമികമായി വസ്ത്രം ധരിച്ചിട്ടില്ല. അലാ റൂസിഹിന്ന കഅസ്നിമത്തിൽ ബുഖ്തിൽ ഇജാബ്, അവരുടെ തലമുകളിൽ മെലിഞ്ഞ ഒട്ടകത്തിന്റെ പൂഞ്ഞകൾ പോലെ ഇങ്ങനെ തള്ളി നിൽക്കുന്നത് കാണാം. ഒട്ടകത്തിന്റെ പൂഞ്ഞ ഇങ്ങനെ തള്ളി നിൽക്കുന്ന നമുക്ക് കാണാം. ഇതുപോലെ തലയുടെ ഭാഗം തള്ളി നിൽക്കുന്നതായിരിക്കും. എക്സ്ട്രാ ഫിറ്റിംഗ് ഒക്കെ വെച്ച് പിടിപ്പിച്ചു ആ നിലക്ക് ഒരു സൗകര്യം ഒരുക്കി സൗന്ദര്യത്തിന്റെ വർധനവിന് ആവശ്യമായ നിലക്കുള്ള പ്രവർത്തികൾ ചെയ്യുന്നുണ്ട്. നിങ്ങൾ അവരെ ശപിക്കുക, കാരണം അവർ ശപിക്കപ്പെട്ടവരാണ്. എത്ര ഗൗരവമുള്ള വിഷയമാണ്. നമ്മുടെ മക്കളും നമ്മുടെ ഭാര്യമാരും നമ്മുടെ പെൺമക്കളും
ഒരിക്കലും ആ ഒരു അവസ്ഥയിൽ നമ്മളുടെ കൂടെ പള്ളിയിലേക്ക് വന്നിറങ്ങുന്ന ഒരിടത്തേക്കും ചെന്നിറങ്ങുന്ന ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കാൻ അവരുടെ വസ്ത്രധാരണം ഏറ്റവും മാന്യമായി ശ്രദ്ധിക്കണം എന്നത് അള്ളാഹുവിന്റെ റസൂൽ നമ്മളെ പഠിപ്പിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ രൂപത്തിൽ ശപിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ നിന്ന് നമ്മെ എല്ലാം കാത്തുരക്ഷിക്കുകയും ഏറ്റവും ശരിയായ ആദർശത്തിൽ അടിയുറച്ചു നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അതുപോലെ തന്നെ ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. ഈ രൂപത്തിൽ അല്ലാഹുവിന്റെ ശാപത്തിന് വിധേയമാകുന്ന മറ്റൊരു പ്രവൃത്തിയാണ് സ്വന്തം പിതാവിലേക്കല്ലാതെ പേര് ചേർത്ത് വിളിക്കുക. മുമ്പ് മക്കത്ത് ജാഹിലിയ കാലഘട്ടത്തിൽ തന്റെ ബാപ്പയല്ലെങ്കിലും ആരെങ്കിലും ചേർത്തുകൊണ്ട് ബാപ്പ എന്ന നിലക്ക് വിളിക്കുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു. അതിനെതിരെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഉദ്ഉഹും ലിആബാഇഹിം, നിങ്ങൾ നിങ്ങളുടെ പിതാക്കന്മാരുടെ പേരിലേക്ക് ചേർത്ത് വിളിക്കണം. ഹുവ അഖ്സതു ഇൻദല്ലാഹ്, അതാണ് അല്ലാഹുവിന്റെ നീതിയായിട്ടുള്ളത്. അപ്പൊ അല്ലാഹുവിന്റെ അടുത്ത് നീതിയായിട്ടുള്ള കാര്യമാണ് നമ്മളെ നമ്മുടെ ബാപ്പാന്റെ പേരിൽ ചേർത്ത് മാത്രമേ വിളിക്കാൻ പാടുള്ളൂ. വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ്. ഇതിനോട് ചേർത്തുകൊണ്ടാണ് ആധുനിക കാലഘട്ടത്തിൽ ഉലമാക്കൾ പറയുന്നത് ഒരു പെണ്ണിന്റെ പേര് ഭർത്താവിന്റെ പേര് ചേർത്ത് വിളിക്കുക, ആ നിലക്ക് പേരിടുക, അതൊരിക്കലും പാടുള്ളതല്ല. ഖിയാമത്ത് നാൾ വരെ വാപ്പ തന്നെയായിരിക്കും. ഭർത്താവ് ചിലപ്പോ മരിച്ച് വേറൊരു വിവാഹം കഴിക്കും, ത്വലാഖ് ചൊല്ലി വേറൊരു വിവാഹം കഴിക്കും, ഒക്കെ സംഭവിച്ചേക്കാം. പക്ഷെ പല സ്ത്രീകളും ആ നിലക്ക് തന്റെ പേരിനോടൊപ്പം ഭർത്താവിന്റെ പേര് ചേർത്ത് വിളിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അത് ഒഴിവാക്കപ്പെടേണ്ട വിഷയമാണ്. അതിനെ ഖിയാസ് ചെയ്തുകൊണ്ട് ഗൗരവമുള്ള വിഷയമായി അത് പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, പലിശയുമായി ബന്ധപ്പെടുന്നവർ, അവർക്ക് അല്ലാഹുവിന്റെ ശാപമുണ്ട്. നമ്മുടെ ജീവിതത്തിന്റെ ഒരു കോർണറിലും പലിശ ഇല്ലാന്ന് ഉറപ്പുവരുത്തി പള്ളിയിൽ നിന്ന് എഴുന്നേറ്റ് പോവുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുപോലെ തന്റെ സഹോദരന് നേരെ ആയുധം ചൂണ്ടുക, ഇതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യങ്ങളാണ്. വിശ്വാസിയായ തന്റെ സഹോദരന് നേരെ ആയുധം ചൂണ്ടുക തമാശക്കാണെങ്കിൽ പോലും അത്രയും സമയം അവനെ മലക്ക് ശപിച്ചുകൊണ്ടിരിക്കുന്നതാണ്. തമാശക്ക് പോലും ചെയ്യാൻ പാടില്ല എന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. അതുകൊണ്ട് അക്കാര്യത്തിലും ഗൗരവത്തിലുള്ള സമീപനം സ്വീകരിക്കുക. മാതാപിതാക്കളെ ശപിക്കുന്നവർ, സഹോദരങ്ങളെ, ഗുരുതരമാണ്, ഗൗരവമാണ്. തന്റെ മാതാപിതാക്കളെ ശപിക്കുന്നവനെ അല്ലാഹു ശപിച്ചിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. മാത്രമല്ല, പ്രവാചകൻ ഇങ്ങനെ മിമ്പറിലേക്ക് കയറുമ്പോ ഓരോ ഘട്ടത്തിലും പ്രവാചകൻ ആമീൻ പറയുകയാണ്. പിന്നീട് സ്വഹാബാക്കൾ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, എന്തുകൊണ്ട് അങ്ങ് ആമീൻ പറഞ്ഞു? അതിലൊരു കാര്യം, വമൻ അദ്റക വാലിദൈഹി ഔ അഹദുഹുമാ, വാർദ്ധക്യത്തിലെത്തിയ രണ്ട് മാതാപിതാക്കളെ അല്ലെങ്കിൽ അവരിൽ ഒരാളെ ഒരുവന് കിട്ടി, അങ്ങനെ വാർദ്ധക്യത്തിലെത്തിയ മാതാപിതാക്കളെ കൂടെ കിട്ടിയിട്ടും അവരെ ഉപയോഗപ്പെടുത്തി അവർക്ക് ഹിദ്മത്തെടുത്ത് അവൻ സ്വർഗം വാങ്ങിക്കാതെ നരകക്കാരനായി തീർന്നുവെങ്കിൽ അവൻ ശപിക്കപ്പെട്ടവൻ തന്നെയാണ്. അവിടെ അല്ലാഹുവിന്റെ റസൂൽ ആമീൻ പറഞ്ഞു ജിബ്രീൽ പ്രാർത്ഥിച്ചപ്പോ. സഹോദരങ്ങളെ, നമ്മുടെ മാതാപിതാക്കളുടെ വിഷയത്തിൽ ഏറ്റവും ഗൗരവമായ സമീപനമാണ് നാം സ്വീകരിക്കേണ്ടത്. അത്രയേറെ കഷ്ടപ്പെട്ടും പ്രയാസം അനുഭവിച്ചും പ്രതിസന്ധി അനുഭവിച്ചും നമ്മെ പോറ്റി വളർത്തിയ മാതാപിതാക്കൾ, അവരുടെ ചോരയും നീരുമാണ് നാം ഇന്നിങ്ങനെ എഴുന്നേറ്റ് നിൽക്കുന്നത് എന്ന ബോധ്യം നമുക്കുണ്ടാവണം. അവരുടെ പ്രയാസത്തെയും ത്യാഗത്തെയും ഖുർആനിൽ പലയിടങ്ങളിലായി അല്ലാഹു എടുത്തു പറഞ്ഞു. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള മാതാപിതാക്കൾ വാർദ്ധക്യത്തിലായി നമ്മുടെ കൂടെയുണ്ട് എങ്കിൽ നമ്മുടെ സ്വർഗമാണ് അതെന്ന് ബോധ്യം നമുക്കുണ്ടാകണം. എന്നിട്ട് അവരെ ഉപയോഗപ്പെടുത്തി അവർക്ക് ഖിദ്മത്തെടുക്കാൻ മത്സരിച്ചു. സൗദി അറേബ്യയിൽ ഒരു കേസ് കോടതിയിലെത്തി. എന്താണ്? ഒരു ജ്യേഷ്ഠനും അനിയനും തമ്മിലുള്ള തർക്കമാണ്, പ്രശ്നമാണ്. എന്താണ് പ്രശ്നം? ബാപ്പാനെ എന്റെ ഉമ്മാനെ ഞാൻ നോക്കും. മറ്റേ സഹോദരൻ പറഞ്ഞു, അല്ല, ഞാനാണ് നോക്കുന്നത്, ഇത്രയും കാലം അദ്ദേഹം നോക്കിയില്ലേ. അങ്ങനെ ഉമ്മാനെ നോക്കി സ്വർഗം വാങ്ങാൻ വേണ്ടി കേസ് അവസാനം കോടതിയിലെത്തിയിട്ട് കോടതി എന്ത് പറയണമെന്നറിയാതെ നിൽക്കുന്ന ഒരു സാഹചര്യം. സഹോദരങ്ങളെ, അങ്ങനെയാകണം. വാർദ്ധക്യത്തിലെത്തിയ ഉമ്മയും ഉപ്പയുണ്ടെങ്കിൽ ആ ഉമ്മാനെ ഉപ്പയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സ്വർഗം നേടാൻ നമ്മൾ പരിശ്രമിക്കുക. നമ്മുടെ സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കുന്ന ഭയങ്കര ഒരു സൗകര്യമാണത്. അങ്ങനെയാണ്. വഴി അറിയാത്ത യാത്രയിൽ ഗൂഗിൾ മാപ്പ് ഇട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ വളരെ സൗകര്യത്തോടെ തെറ്റില്ലാതെ നമുക്ക് അവിടേക്ക് എത്താൻ സാധിക്കും എന്ന പോലെ സ്വർഗത്തിലേക്ക് എത്താൻ അല്ലാഹു പല എളുപ്പ വഴികളും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇൽമ് തേടി ഇറങ്ങി പുറപ്പെട്ടാൽ സ്വർഗത്തിലേക്കുള്ള വഴി അവന് എളുപ്പമാകും. വാർദ്ധക്യത്തിലെത്തിയ മാതാപിതാക്കളുണ്ട് എങ്കിൽ അവനതാ
സ്വർഗത്തിലേക്കുള്ള ആ ഒരു മാർഗം എളുപ്പമായി കിട്ടുകയാണ് അവർക്ക് ഖിദ്മത്ത് എടുക്കുന്നതിലൂടെ. ആ നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച ഓരോ കാര്യങ്ങളെയും ഗൗരവത്തിൽ കാണുകയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന ഒരു ജീവിതം നയിച്ചുകൊണ്ട് ഒരു നിലക്കും അല്ലാഹുവിന്റെ കോപത്തിന് ഇരയാകാത്ത, അവന്റെ ശാപം ഏറ്റുവാങ്ങേണ്ടി വരുന്ന ഒരു പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്ത വിധം സുരക്ഷിതമായി അല്ലാഹുവിനെ കണ്ടുമുട്ടാൻ കഠിനമായി പരിശ്രമിക്കുക, ത്യാഗം ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ മാർഗത്തിൽ ഈ മസ്ജിദിനു വേണ്ടി നിങ്ങൾ അത് പറയാതെ തന്നെ, ഇവിടെ പറയാൻ മറന്നുപോയാലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഈ ഖൈറാത്തിന്റെ കേന്ദ്രം നിലനിൽക്കാൻ നമ്മൾ എന്ത് ചെയ്യുക? അള്ളാഹുവിന്റെ മാർഗത്തിൽ സമ്പത്ത് ചിലവഴിക്കുക. ഇസ്ലാമിക ദഅവത്ത്, ഈ കുഫറുമായി ബന്ധപ്പെട്ട, ശിർക്കുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മനസ്സിരുത്തി സത്യസന്ധമായി പറഞ്ഞാൽ, ആത്മാർത്ഥമായി ഒന്ന് ഇരുന്ന് ചിന്തിച്ചാൽ, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന, നമ്മൾ സ്നേഹിക്കുന്നവരാണ് അമുസ്ലിമീങ്ങൾ, കാഫറുകൾ എന്ന വകുപ്പിൽപ്പെട്ടവർ, ആ നിലക്കുള്ള ആളുകൾ, അവരൊക്കെ സമൂഹത്തിൽ ഇസ്ലാം എന്തെന്നറിയാതെ ജീവിക്കുമ്പോൾ അവരുടെ മുമ്പിലേക്ക് ഇസ്ലാമിനെ പഠിപ്പിച്ചു കൊടുക്കാൻ രണ്ട് നിലക്ക്. ഒന്ന്, ജീവിതം കൊണ്ട് കാണിച്ചു കൊടുക്കണം. കച്ചവടത്തിൽ സത്യസന്ധത പുലർത്തി ഏറ്റവും നല്ല ഒരു മുസ്ലിം, നല്ല കച്ചവടക്കാരൻ ഒരു നല്ല മുസ്ലിം ആയിരിക്കും, ഒരു മുസ്ലിം നല്ലൊരു കച്ചവടക്കാരനായിരിക്കും എന്നവർക്ക് ബോധ്യപ്പെടുന്ന രൂപത്തിൽ ജീവിതം കൊണ്ട് തന്നെ ഒരു ദഅവത്ത് നമുക്കുണ്ടാകണം. അതോടൊപ്പം കിട്ടിയ വിജ്ഞാനം അവർക്ക് എത്തിച്ചു കൊടുക്കുന്ന, അതിന് കൂട്ടായി പരിശ്രമിക്കുന്ന, ഒരുമിച്ച് ചേർന്ന് നിൽക്കുന്ന, കഴിയുന്ന അറിവ്, പഠിച്ച ഇൽമ് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുന്നതിൽ പരിശ്രമിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരും ഉൾപ്പെടുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതുപോലെ തന്നെ രണ്ട് കുട്ടികൾ, മക്കൾ, ചെറിയ മക്കൾ, അവർ രോഗം കൊണ്ട് പ്രയാസത്തിലായി, വളരെ പ്രതിസന്ധിയിലായി ഹോസ്പിറ്റലിന്റെ വരാന്തയിലാണ് അവരുടെ മാതാപിതാക്കൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മക്കളുടെ രോഗം എത്രയും വേഗത്തിൽ ശിഫ നൽകട്ടെ. പൂർണ്ണ ആരോഗ്യത്തോടു കൂടി ജീവിതത്തിലേക്ക് മടങ്ങി വന്ന് ഇസ്ലാമിന് വേണ്ടിയും അല്ലാഹുവിന്റെ മതത്തിന് വേണ്ടി ത്യാഗം ചെയ്ത് വിജ്ഞാനം നേടി ആ ലോകത്ത് മനുഷ്യർക്ക് ഇസ്ലാമിന്റെ വെളിച്ചം എത്തിച്ചു കൊടുക്കുന്ന മഹാ ആലിമീങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു ആ മക്കളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ നിലക്ക് രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന എല്ലാവർക്കും അല്ലാഹു ആശ്വാസവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ കഷ്ടപ്പെടുന്ന, പ്രതിസന്ധി അനുഭവിക്കുന്ന മുഅ്മിനുകൾക്ക്, മുസ്ലിമുകൾക്ക്, മുസ്ലിമാത്തുകൾക്ക് അല്ലാഹു ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ പ്രയാസങ്ങൾക്കും പരലോകത്ത് വലിയ പ്രതിഫലം ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു നിലക്കും ശാപത്തിനിരയായവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്താതിരിക്കട്ടെ. മരണം വരെ ഹക്കിൽ അടിയുറച്ചു നിന്ന് സത്യത്തിന്റെ ആളുകളായി ജീവിച്ച് ആ സത്യം പ്രബോധനം ചെയ്യുന്ന പ്രബോധകന്മാരായി കഴിച്ചുകൂടാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات الأحياء منهم والأموات ويا قاضي الحاجات اللهم ارحم موتانا وموتى المسلمين اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار عباد الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون أقم الصلاة. الله